മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ ഈ ഫിലിം തീർച്ചയായും ഒരു ക്യാമ്പസ് മൂവി തന്നെയാണ്. അത് കംപ്ലീറ്റ്ലി ക്യാമ്പസിൻ്റെ കഥ മാത്രമാണ് ഇതിന് ഉള്ളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ മ്യൂസിക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫ് ശരിക്കും മനസ്സിലാക്കി തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫിലിമിലേക്ക് ആദ്യമായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ടോം ചേട്ടനോട് നന്ദി പറയാണ്. പിന്നെ ഇതിൽ മൊത്തം ടോട്ടലി ഒരു 5 സോങ് ഉണ്ട്. അതിൽ 4 സോങ് എൻ്റേതാണ്. ഈ 4 സോങ്ങും ഒരു മെലഡി, പിന്നെ വിപ്ലവഗാനങ്ങളായിട്ട് ഒരു 3 സോങ്ങുകളുണ്ട്. കോളേജ് രാഷ്ട്രീയം മാത്രമല്ലാതെ ഒരു പ്രണയത്തിൻ്റെ ഭാവന കൊണ്ടുവരാൻ ഒരു പാട്ടിൽ ശ്രമിച്ചിട്ടുണ്ട്. റഫീഖ് അഹമ്മദ് സാറാണ് അതിൻ്റെ ലിറിക്ക് ചെയ്തിരിക്കുന്നത്. വിജയ് യേശുദാസ് പാടിയ ഒരു മെലഡി. പിന്നെ വിപ്ലവഗാനങ്ങൾ ഫ്രാങ്കോ ചേട്ടൻ, അനിൽ പനച്ചൂരാൻ സാറിൻ്റെ ലിറിക്കിലൊരു ഗാനം പാടിയിട്ടുണ്ട്. മുന്നേറാൻ സമയമായി, ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായും ക്യാമ്പസുകളിൽ ഒരു തരംഗമാവാൻ പോകുന്നൊരു ഫിലിം തന്നെ ആയിരിക്കും മെക്സിക്കൻ അപാരത. ഈ വിജയ് യേശുദാസ് പാടിയ ആ ഗാനം ഇപ്പോൾ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. വിജയ് ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, സോങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തൊരു സോങ്ങിന്, അതും റഫീഖ് അഹമ്മദ് സാറിൻ്റെ പോലുള്ള വലിയൊരു ലിറിക്സിസ്റ്റ് പുള്ളിയായിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആ ഗാനം വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. 2 ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം, 2 ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം, ഇവളാരോ ആരോ ആരോ. കരിമുകിലലകളിൽ മിന്നൽ പിണരുപോൽ, എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോൽ, ആരോ ഇവളാരോ ആരോ ഇവളാരോ ആരോ ഇവളാരോ. ഇതാണ് ഗാനം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സിനിമ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.